മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3 ഇപ്പോൾ റിലീസിനു മുമ്പേ ബോക്സ് ഓഫീസിൽ തീ പടർത്തുകയാണ്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച നിമിഷം മുതൽ തന്നെ റെക്കോർഡുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ജോർജ് കുട്ടിയുടെ മൂന്നാം വരവിനായി ആരാധകർ എത്രത്തോളം കാത്തിരുന്നുവെന്ന് ഇപ്പോഴത്തെ ബുക്കിംഗ് കണക്കുകൾ തന്നെ തെളിയിക്കുകയാണ്. കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ നിമിഷങ്ങളിൽ തന്നെ ചിത്രം ലക്ഷങ്ങൾ സ്വന്തമാക്കി. വെറും 13 സെക്കൻഡുകൾക്കുള്ളിൽ 1,00,000 രൂപയുടെ ടിക്കറ്റ് വിൽപ്പനയാണ് നടന്നത്. ഇത് അടുത്തിടെ റിലീസ് ചെയ്ത വലിയ സിനിമകളുടെ റെക്കോർഡുകൾ പോലും മറികടക്കുന്ന പ്രകടനമാണ്. അതേസമയം 20 ലക്ഷം രൂപയുടെ ബുക്കിംഗ് നേടാൻ ദൃശ്യം 3 എടുത്തത് വെറും 6 മിനിറ്റാണ്. ചില വലിയ മൾട്ടിസ്റ്റാർ സിനിമകൾക്ക് അതിന് ഇരട്ടിയിലധികം സമയം എടുത്തിരുന്നു. ഇതിൽ നിന്നും തന്നെ ദൃശ്യം 3 ലഭിക്കുന്ന ഹൈപ്പ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാം. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം ദൃശ്യം ഒരു സാധാരണ സിനിമ ഫ്രാഞ്ചൈസി അല്ല. ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ത്രില്ലർ ബ്രാൻഡാണ് ദൃശ്യം. ആദ്യ ഭാഗം പുറത്തിറങ്ങിയപ്പോൾ മലയാള സിനിമയിൽ മാത്രം അല്ല, ഇന്ത്യ മുഴുവൻ വലിയ ചർച്ചയായിരുന്നു. കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു സാധാരണ മനുഷ്യൻ നിയമത്തെയും സിസ്റ്റത്തിനെയും എങ്ങനെ മറികടക്കുന്നു എന്ന കഥ പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. പിന്നീട് രണ്ടാം ഭാഗം വന്നപ്പോൾ എല്ലാവരും ഒരേ ചോദ്യമാണ് ചോദിച്ചത്, ആദ്യ ഭാഗത്തിന്റെ ലെവലിൽ എത്തുമോ എന്ന്. എന്നാൽ ജിത്തു ജോസഫ് വീണ്ടും തന്റെ മാജിക് ആവർത്തിച്ചു. രണ്ടാം ഭാഗവും അതേ ത്രില്ലും അതേ ഇമോഷനും അതിലും വലിയ ട്വിസ്റ്റുകളും നൽകി വലിയ വിജയമായി മാറി. അതിനുശേഷം തന്നെ ആരാധകർ മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ ആവേശം ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ 2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിത്രം കേരളത്തിൽ നിന്ന് 40 ലക്ഷം രൂപയുടെ അഡ്വാൻസ് ബുക്കിംഗ് നേടി. പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ 1 കോടി രൂപയും കടന്നു. അതേസമയം ആഗോളതലത്തിൽ നോക്കിയാൽ ചിത്രം ഇതിനകം തന്നെ 4 കോടി രൂപയ്ക്ക് മുകളിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രധാന ചർച്ച ദൃശ്യം 3 എമ്പുരാന്റെ റെക്കോർഡുകൾ തകർക്കുമോ എന്നതാണ്. കാരണം മലയാള സിനിമയിൽ അഡ്വാൻസ് ബുക്കിംഗിൽ ഏറ്റവും വലിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച സിനിമകളിൽ ഒന്നാണ് എമ്പുരാൻ. റിലീസിനു മുമ്പ് തന്നെ കോടികൾ സ്വന്തമാക്കിയ ആ സിനിമ മലയാള സിനിമയുടെ മാർക്കറ്റിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ദൃശ്യം 3 ബുക്കിംഗ് വേഗത കണ്ടപ്പോൾ നിരവധി ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് ഈ സിനിമയ്ക്ക് ആ റെക്കോർഡുകൾ പോലും മറികടക്കാൻ കഴിയും എന്നാണ്. പ്രത്യേകിച്ച് പോസിറ്റീവ് റിപ്പോർട്ടുകൾ വന്നാൽ ദൃശ്യം 3 മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടുന്ന ചിത്രമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അതേസമയം പേട്രിയറ്റ് പോലുള്ള പുതിയ വലിയ സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോഴും ദൃശ്യം 3 വളരെ വേഗത്തിലാണ് മുന്നേറുന്നത്. പേട്രിയറ്റ് 20 ലക്ഷം രൂപയുടെ ബുക്കിംഗ് നേടാൻ 14 മിനിറ്റ് എടുത്തപ്പോൾ ദൃശ്യം 3 വെറും 6 മിനിറ്റിൽ അതേ നേട്ടം സ്വന്തമാക്കി. ഇതാണ് ഇപ്പോൾ ആരാധകരെ കൂടുതൽ ആവേശത്തിലാക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്താണെന്നാൽ എല്ലാ തിയേറ്ററുകളിലും ഇപ്പോഴും ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല എന്നതാണ്. പരിമിതമായ ഷോകളിൽ നിന്നാണ് ഈ റെക്കോർഡുകൾ വരുന്നത്. അതായത് മുഴുവൻ തിയേറ്ററുകളിലും ബുക്കിംഗ് തുറന്നാൽ കളക്ഷൻ ഇനിയും ഉയരുമെന്നാണ് ട്രേഡ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം വിദേശ മാർക്കറ്റുകളിലും സിനിമയ്ക്ക് വൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. യുഎസിൽ മാത്രം പ്രീമിയർ ഷോകളുടെ ബുക്കിംഗ് വളരെ വേഗത്തിൽ മുന്നേറുകയാണ്. ആദ്യ ദിവസങ്ങളിലെ തന്നെ വലിയ ടിക്കറ്റ് വിൽപ്പന നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെയും യൂറോപ്പിലെയും മലയാളികൾക്കും ദൃശ്യം 3 ഒരു വികാരമാണ്. കാരണം ജോർജ് കുട്ടി എന്ന കഥാപാത്രം മലയാള സിനിമയുടെ അതിർത്തികൾ കടന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ അക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. മോഹൻലാൽ എന്ന നടന്റെ കരിയറിലും ജോർജ് കുട്ടിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വളരെ സാധാരണക്കാരനായ ഒരു കുടുംബനാഥനെ അത്രയും നാച്ചുറലായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. അതേസമയം ജിത്തു ജോസഫ് എന്ന സംവിധായകന്റെ കരിയറിലും ദൃശ്യം ഒരു ബ്രാൻഡാണ്. ലോക സിനിമ പോലും ശ്രദ്ധിച്ച ഒരു കഥയാണ് ദൃശ്യം. അതുകൊണ്ട് തന്നെ മൂന്നാം ഭാഗത്തിനായുള്ള പ്രതീക്ഷ വളരെ വലുതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി ഫാൻ തിയറികളും ചർച്ചകളും നടക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ഇത്തവണ ജോർജ് കുട്ടി കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലാകും എത്തുക എന്നാണ്. മറ്റു ചിലർ പറയുന്നത് പഴയ കേസുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ പുറത്തുവരുമെന്നാണ്. ചിലർ ഇതിനകം തന്നെ ദൃശ്യം 3 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ത്രില്ലർ അനുഭവമാകുമെന്ന് പ്രവചിക്കുന്നു. ട്രെയിലറിൽ കാണിച്ച ചെറിയ സൂചനകൾ പോലും ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജോർജ് കുട്ടിയുടെ ശാന്തമായ മുഖഭാവങ്ങളും ചില ഡയലോഗുകളും ആരാധകരെ കൂടുതൽ ആകാംക്ഷയിലാക്കുന്നു. അതേസമയം ഈ സിനിമ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എമ്പുരാൻ സൃഷ്ടിച്ച റെക്കോർഡുകൾ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ദൃശ്യം 3 ആ റെക്കോർഡുകൾ തകർക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. കാരണം കുടുംബ പ്രേക്ഷകരിൽ നിന്നും യുവാക്കളിൽ നിന്നും ഒരുപോലെ വലിയ പിന്തുണ ലഭിക്കുന്ന ഫ്രാഞ്ചൈസിയാണ് ദൃശ്യം. അതേസമയം സിനിമയുടെ റിലീസ് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് എന്നതും ആരാധകർക്ക് കൂടുതൽ ആവേശം നൽകുന്ന കാര്യമാണ്. കേരളത്തിലെ ഫാൻസ് ഷോകൾ ഇതിനകം തന്നെ ഹൗസ്ഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ടിക്കറ്റുകൾ ലഭിക്കാതെ ആരാധകർ നിരാശപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഇത് സിനിമയ്ക്ക് ലഭിക്കുന്ന ഹൈപ്പിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ട്രേഡ് സർക്കിളുകളിൽ നടക്കുന്ന പ്രധാന ചർച്ച ദൃശ്യം 3 ആദ്യ ദിനം എത്ര കോടി നേടും എന്നതാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് തന്നെ ചിത്രം നേടാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം സിനിമയ്ക്ക് മികച്ച അഭിപ്രായം ലഭിച്ചാൽ ദീർഘകാല റണ്ണിലും വലിയ റെക്കോർഡുകൾ തകർക്കാൻ കഴിയും. കാരണം ദൃശ്യം പോലുള്ള സിനിമകൾക്ക് കുടുംബ പ്രേക്ഷകരുടെ വലിയ പിന്തുണ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷവും സ്ഥിരമായ കളക്ഷൻ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്.
ഇപ്പോൾ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു കാര്യത്തിനാണ്. ജിത്തു ജോസഫ് ഇത്തവണ എന്ത് ട്വിസ്റ്റാണ് ഒരുക്കിയിരിക്കുന്നത്? ജോർജ് കുട്ടി വീണ്ടും നിയമത്തെ മറികടക്കുമോ? അല്ലെങ്കിൽ ഇത്തവണ നിയമം വിജയിക്കുമോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ പറയാനുള്ളത് ദൃശ്യം 3 ഒരു സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വലിയ ഇവന്റാണ്. റിലീസിന് മുമ്പേ ബോക്സ് ഓഫീസിൽ തീ പടർത്തുന്ന ഈ സിനിമ റിലീസിന് ശേഷം എന്തൊക്കെ റെക്കോർഡുകൾ സൃഷ്ടിക്കും എന്നതാണ് ഇനി കാണാനുള്ളത്.